എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭാഗവുമാണ്. ഇങ്ങനെയുള്ള വേദപഠനത്തിൽ സ്വാഭാവികമായി പല സംശയങ്ങളും ചോദ്യങ്ങളും മനസ്സിൽ ഉദിക്കാറുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ആധികാരികമായി മറുപടി തരുവാൻ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. പ്രേക്ഷകരുടെ അനേക ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരവുമായ മറുപടി കഴിഞ്ഞ എപ്പിസോഡുകളിൽ തരുവാൻ ഇടയായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ചോദ്യം ആസാഫിന്റെ സങ്കീർത്തനമായ 75-ാം സങ്കീർത്തനത്തിലെ ഒരു വചനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. 75-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇതുപോലെ പറയുന്നു: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ഇവിടെ വടക്ക് ദിക്കിനെ പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല. Here it mentions about east, west and south. Why north direction is not mentioned in this Bible verse? Is that the reason why nominal Christian church believers turns to north side while praying? നാമധേയ ക്രിസ്ത്യാനികൾ വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഇതാണ്. തീർച്ചയായിട്ടും മറ്റൊരു റീസൺ നമുക്ക് അനുമാനിക്കാനേ ഇല്ല. കാരണം മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വയുടെ ആകർഷണമാകുന്നു. സാത്താൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ലൊക്കേഷൻ ഉത്തരദിക്കിന്മേൽ വാണരുളുന്നു എന്നാണ് പറഞ്ഞത്. ഉത്തരദിക്കിന്മേൽ. അപ്പോൾ ഉത്തരദിക്കും ദൈവത്തിൻ്റെ റെസിഡൻസുമായിട്ട്, ഫിസിക്കൽ റെസിഡൻസുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും, അപ്പോൾ ഉത്തരദിക്കിലാണ് ദൈവം ഇരിക്കുന്നതെന്നും, അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കേൾക്കുമെന്നും ഉള്ളൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എവിടെ ഇനി ഉത്തരദിക്കിൽ ദൈവമുണ്ട്, ഈ ദൈവം ഇല്ലാത്ത എവിടാന്ന് പറ. അവിടെ ദൈവം കൊണ്ട് സംഭവിച്ചു. എവിടെ ദൈവം ഇല്ലാത്തത്? ഇവിടെ ദൈവം ഇല്ലാത്തത്. ഓലാം എന്ന വേർഡിന്റെ അർത്ഥം ഈ പ്രപഞ്ചം എന്നാണ്. അതിന്റെ രണ്ടാമത്തെ അർത്ഥം ഹിഡൻ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതാണ്. ഹു ഈസ് ഹിഡൻ? ദ ക്രിയേറ്റർ ഈസ് ഹിഡൻ. ഈ സൃഷ്ടാവ് ഈ സൃഷ്ടിയിൽ നിറഞ്ഞു നിൽക്കുകയും മറഞ്ഞു നിൽക്കുകയും ചെയ്യാം. സൃഷ്ടിയിൽ നിറഞ്ഞു നിൽക്കുകയും സൃഷ്ടിയിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്യുക സൃഷ്ടാവ്. ആ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇന്ന ദശയിലൊക്കെ തിരിഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നത് അതിനകത്തൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ല. അതിനകത്ത് യാതൊരു ലോജിക്കൽ കൺസിസ്റ്റൻസിയും ഇല്ല. അപ്പോൾ നമുക്കിന്നിപ്പോ ദൈവമക്കൾക്ക് എങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതല്ല, ഹൃദയം ദൈവത്തിലോട്ട് ഫോക്കസ്ഡ് ആണെന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നത് ഇവൻ എങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നുള്ളത്. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രായമായിരിക്കുന്ന സമയത്ത് ധാരാളം ഈ വൈദികർ അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിക്കാൻ വരാം. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഞങ്ങൾ നെയ്ബേഴ്സ് തന്നെ അച്ഛന്മാരുണ്ട്, നല്ല അച്ഛന്മാരാണ്. അപ്പച്ചൻ്റെ പരിചയക്കാരെ പഴയ അച്ഛന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് വടക്കോട്ട് തിരിയും. കാര്യം കറക്റ്റ് അങ്ങോട്ട് പോകണമെന്നുള്ളതുകൊണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. കുറ്റം പറയുന്നുള്ള അല്ലല്ലോ നമ്മുടെ ഈ ഇതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഒരു റീസൺ ഇപ്പം ഇയാൾ ചോദിച്ച പോലെ ഈസ് ദർ എനി അതർ റീസൺ എന്ന് ചോദിച്ചാൽ there is no other reason. ഇനിയും അതിൻ്റെ നെസസിറ്റി എന്ന് ചോദിച്ചാൽ
കൃത്യമായിട്ട് അറിയാൻ കഴിയും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാ പ്രാർത്ഥിക്കേണ്ടത്? എവിടെ ദൈവം ഇല്ലാത്തത്? അല്ലേ? ദൈവം നീ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുള്ളതല്ല, നിന്റെ ഹൃദയ പരമാർത്ഥത നോക്കിയാണ് പ്രാർത്ഥന കേൾക്കുന്നത്. അത് എനിക്കതിനകത്ത് മറുപടി പറയാനൊക്കത്തുള്ളൂ. Okay, thank you very much, sir. That was a very wise answer. അടുത്ത ചോദ്യം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 30-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. ദിനവൃത്താന്ത പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യമാണ്. വചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരമൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ചോദ്യം ഇതാണ്: ഇവിടെ പരാമർശിച്ചിരിക്കുന്ന നാഥാന്റെ പുസ്തകവും ഗാദിന്റെ വൃത്താന്തവും ലഭ്യമാണോ? വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ചോദ്യകർത്താവ് നമ്മളെ ഇച്ചിരി ഒന്ന് കുഴക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ചോദിച്ചത്, എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഏതായാലും the question is the right question. കാരണം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതുമുതൽ, ഈ സംഭവം എഴുതുന്ന അതുമുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസങ്ങൾ വരെ റിലവൻ്റ് അല്ല. അങ്ങനെ കാര്യം. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ റിലവൻ്റ് ആണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ ദൈവത്തിന് പ്രോഗ്രസീവ് റെവലേഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. നീണ്ട കാലഘട്ടത്തിന് ദൈവം ഒരു കാര്യം മറച്ചു വെക്കും, എന്നിട്ട് അതറിയേണ്ട ഒരു കാലഘട്ടം വരും, അവർക്ക് മാത്രമേ ഇത് വെളിപ്പെടുത്തത്തുള്ളൂ. അതുവരെ ദൈവം ആ കാര്യം മറച്ചു വെക്കും, ഒളിച്ചു വെക്കും. അതിന് സെഫന്യാഹ് എന്ന് പറയും. സെഫന്യാഹിന്റെ പുസ്തകമില്ലേ നമുക്ക് ബൈബിളിൽ? സെഫന്യാഹ് മീൻസ് ദ ലോർഡ് ഹൈഡ്സ്, ദൈവം ഒളിച്ചു വെക്കുന്നതാണ്, മറച്ചു വെക്കും, സൂക്ഷിച്ചു വെക്കും, റിവീൽ ചെയ്തില്ലെന്നാണ്. ഇതില് ശമൂവേൽ പ്രവാചകൻ എഴുതിയാണ് 1 2 ശമൂവേൽ, അതിനപ്പുറം ഇല്ല. അത് മുഴുവൻ അദ്ദേഹം എഴുതിയതല്ല. കാരണം തൻ്റെ മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയില്ലയോ? ശമൂവേലിനെ വിളിക്കാൻ പിശാചിനെ ശമൂവേലല്ലല്ലോ എഴുതിയത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ നാഥാൻ പ്രവാചകൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ. നാഥാൻ പ്രവാചകൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദാവീദിന് റോയൽ സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു. ദാവീദിനകത്ത് ശരിക്കും സിസ്റ്റമാറ്റിക് ഹിസ്റ്ററി റൈറ്റിംഗ് ആരംഭിക്കുന്നത്. നല്ല സ്കോളേഴ്സ് ആളുകളെ കൂടി ഇരുത്തിയിട്ട് നല്ലതുപോലെ ധന്യവൃത്താന്തങ്ങൾ എഴുതി സൂക്ഷിക്കുമായിരുന്നു, നല്ലവണ്ണം. അതിനകത്തും ചില നമ്മൾ പറയണ്ടേ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായിട്ടുണ്ട്. ദാവീദിന്റെ ചില കൊള്ളരാഴികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ദാവീദിന്റെ കൊള്ളരാഴികൾ ഉദാഹരണം പറഞ്ഞാല്, ദാവീദിന്റെ മൂത്ത മോനെ ശലോമോനെ അബ്സലോമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാര്യം ദൈവം ദാവീദിനോട് നിനക്ക് ശേഷം നിന്റെ മകനെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. അപ്പം എനിക്ക് ശേഷം സിംഹാസനിരിക്കേണ്ട മോന, അവനെ തല്ലരുത്, വഴക്ക് പറയരുത്, അവൻ എന്തോ ചോദിച്ചാലും കൊടുത്തേക്കണം. അപ്പോൾ അവന്റെ അപ്പനായ ദാവീദോ അവൻ ഒന്നും വിലക്കിയില്ല. ഈ സംഗതി അയാളുടെ റോയൽ റൈറ്റേഴ്സ് എഴുതിയില്ല. അത് കാരണമാണ് അവന് തല്ലിക്കൊല്ലേണ്ടി വന്നത്, അബ്സലോമിനെ. അപ്പൊ ദാവീദിന്റെ റോയൽ റൈറ്റേഴ്സ് എഴുതാതിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ആ സമയത്ത് there was a seer, ദർശകൻ. ഈ ദർശകന്റെ പേര് ഗാദ്. ഗാദ് വേറിട്ട റൈറ്ററാണ്. He was a writer of his own class. His own class. അപ്പൊ ഈ ഗാദ് എന്താ ചെയ്യുന്നറിയാം? അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ, രണ്ടാമത്തെ കാര്യം പറഞ്ഞ
ആരാ പിന്നെ ഈ ദാവീദിന്റെ നാഥാൻ പ്രവാചകൻ. നാഥാൻ പ്രവാചകൻ. നാഥാൻ പ്രവാചകന്റെ റൈറ്റിങ്സ് അത് അവർ നല്ലപോലെ കീപ്പ് ചെയ്തൊരു പുസ്തകം. അത് ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും അവൈലബിൾ ആണെന്ന് എൻ്റെ അറിവ്. പക്ഷെ അതിൽ അതിനെപ്പറ്റി ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന കാരണം അത് ഭാവി തലമുറയ്ക്ക് റിലവൻ്റായ പ്രോഫസീസ് അതിനകത്തില്ല. ഇല്ല. എന്നാ ഗാഡ് ദ സിയർ ഗാഡ് ദ സിയർ ആർക്കും നമ്മുടെ ഈ ക്ലാസ് ഒരാൾക്ക് ഗാഡ് ദ സിയർ എന്ന് നെറ്റിൽ അടിച്ചാൽ മതി, അപ്പൊ കിട്ടും അയാളുടെ പുസ്തകം. എനിക്ക് വന്ന് 2 വോളിയൂംസ് ഉണ്ടെന്നാണ്. അത് ഡിഫേഴ്സ് ഫ്രം എഡിറ്റർ ടു എഡിറ്റർ. ഒരു വോളിയം എടുക്കുന്നത് 2 അതൊക്കെ എഡിറ്റർ ടു എഡിറ്റർ ഡിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ ചേർക്കുന്നതിന് വേണ്ടി വന്ന് കാഹളം തുനിച്ച് സഭയെ സ്വർഗത്തിലെടുക്കും. സഭയുടെ ഉൽപ്രാവണം, യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്ചർ ഓഫ് ദ ചർച്ച് ഇല്ലെന്ന് വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുറെ കക്ഷികൾ ഇപ്പം വാദിച്ചുകൊണ്ട് നടക്കുന്ന സാധനം. റാപ്ചർ ബൈബിളിൽ എവിടെയെങ്കിലും കാണിക്കാം, ഒറ്റ വാക്ക് കാണിക്കാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ അഭിസംബോധന ചെയ്യേണ്ട വാക്ക്, അവർ വിളിക്കേണ്ട പേര് നമുക്ക് നമ്മുടെ ഈ ചാനലിൽ വിളിക്കാനൊക്കത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ചില ജീവികളുടെ പേര് നമുക്കിവിടെ പറയാൻ പറ്റുമോ? നമ്മൾ അവരെ വിളിക്കേണ്ട പേര് നമ്മളിവിടെ, അവരറിയിക്കുന്ന പേര് നമ്മളിവിടെ പറയുന്നില്ല. ഇങ്ങനെ നടക്കുക. ഏതാ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിനെ പറ്റി ഒരൊറ്റ വാക്ക്, റാപ്ചറിനെ പറ്റി ഒറ്റ വാക്ക് കാണിക്കാമോ എന്ന് ചോദിക്കുന്ന കാഴ്ചകളുണ്ട്. ഇവരെന്തോ പഠിച്ചിട്ടാ, എന്തോ വായിച്ചിട്ടാ, എന്തോ അറിവിന്റെ ബേസിലാ പറയുന്നത്. ഗാഡ് ദ സിയർ, ഗാഡ് ദ സിയർ ഏറ്റവും അധികം സൂക്ഷ്മമായി പറഞ്ഞിട്ടുള്ളത് സഭയുടെ ഉൽപ്രാവണം എന്ന വിഷയമാണ്. ഈ സഭയുടെ ഉൽപ്രാവണം എന്ന വിഷയത്തെ പറ്റി ജനത്തെ ബോധവൽക്കരിക്കേണ്ടത് എപ്പോഴാ? സഭയുടെ ഉൽപ്രാവണം ആകുമ്പോഴത്തേക്ക് അല്ലേ? കുഞ്ഞിനെ കൊണ്ട് നേഴ്സറി ചേർത്തിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ കോച്ചിങ് കൊടുക്കുക. ഇപ്പോഴത്തേക്ക് തുടങ്ങിയേക്കാം. നേഴ്സറിയിൽ പോട്ടെ, എഞ്ചിനീയറിംഗ് കോച്ചിങ് കൂടെ ആകട്ടെ. ചിന്തിക്കത്തില്ലല്ലോ. അതിന്റെ ടൈം ആകുമ്പോൾ തുടങ്ങിയാൽ പോരെ നമുക്ക്, അല്ലേ? ഏറ്റവും കൂടുതൽ ഹൈസ്കൂളെങ്കിലും ആകട്ടെ. എന്നിട്ട് നമുക്ക് അതിപ്പോൾ അതുവരെ അതിനനുസരിച്ചുള്ള ടീച്ചിങ്ങും അത് കഴിഞ്ഞിട്ട് കുറേ ചെയ്തുകൂടെ കൊടുക്കാം. പിന്നെ ഹയർ സെക്കൻഡറി കഴിയുമ്പം ഇന്റൻസീവ് കോച്ചിങ്. നമ്മൾ കർത്താവിൻ്റെ വരവ്, സഭയുടെ ഉൽപ്രാവണം എന്ന വിഷയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഹയർ സെക്കൻഡറി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ അടുത്തത് സഭയുടെ ഉൽപ്രാവണമാണ്. ഈ കാലഘട്ടമായപ്പോൾ ഇനി അത് മറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഈ യെരുശലേം നശിപ്പിച്ച് ബാബിലോട്ട് പോകുമ്പോൾ ഇവിടുന്ന് പോയ ആളുകളൊക്കെ വലിയ കക്ഷികളാണ്. 3 പ്രാവശ്യമായിട്ട് ഇവരെ കൊണ്ടുപോകുന്നതിന്റെ കാരണം, ആദ്യം ഇവിടുത്തെ ഇന്റലക്ച്വൽ ക്ലൈമറ്റിനെ കൊണ്ടുവന്നത്, ഹൈ ഇന്റലക്ച്വൽസിനെയാണ്. അവർക്ക് ഈ ബുക്കൊക്കെ ആക്സസിബിൾ ആണ്. രണ്ടാമത് കൊണ്ടുപോകുന്നത് ഈ പ്രീസ്റ്റ്ലി ഫാമിലീസിനെയാണ്. അവരുടെ കസ്റ്റഡിയിലാണ് ഇതൊക്കെ. മൂന്നാമത് ബാബിലോട്ട് പോകുന്നതാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്ലാസ് അവരുടെ രീതി വന്നാകട്ടൊന്നുമില്ല, പാവങ്ങളാണ്. അപ്പം ഈ ആദ്യം പോയ 2 പേര് അവർ ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ ബുക്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാനും കഴിയുമായിരുന്നു. അവരെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു. അതുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷൻ വായിക്കാവുന്നത്. തിരിച്ചു വന്നപ്പം അവർ ഈ പുസ്തകങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതവർ കീപ്പ് ചെയ്ത കാലത്താണ് ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ശേഷം AD 70 യെരുശലേം ദേവാലയം ഇടിയുന്നത്.
AD യെരുശലേം മല ഇടിഞ്ഞ ശേഷമാണ് AD 135 ഇവർ യഹൂദന്മാർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു, പ്രവാസികളായിട്ട് പോകുന്നു. ഉം. അങ്ങനെ പോകുന്ന ആളുകൾ ഈ പുസ്തകം അവരെ കൈക്കൊണ്ടാ പോകുന്നത്. ഇത് ഉം. ഇതുകൊണ്ട് അവരാദ്യം പോകുന്ന യൂഫ്രട്ടീസ് നദി കടന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഇറാന്റെ ഭാഗങ്ങളിൽ, അറേബ്യൻ റീജിയനിലാണ് താമസിക്കുന്നത്. ഉം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ഉം. അവർ പീഡിപ്പിക്കപ്പെടുകയും വ്യാപകമായി കൊലവെടിപ്പ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ പ്രാണരക്ഷാർത്ഥം അവർ ഓടിപ്പോയി. ഉം. അപ്പോൾ ഓടിപ്പോയപ്പം അവരുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഉം. അതിൻ്റെ നല്ല കളക്ഷനുമായിട്ട് വന്നത് നമ്മുടെ കൊച്ചിയിലാണ്. Okay. ഉം. So this was in the land of Kerala for centuries to come. Okay. പിന്നെ 1940 തെറ്റാണ്. 1930s ബെൻഗുരിയൻ എരുശലേമിൽ വന്ന് ഇത് സ്ഥാപിക്കുക. ഏതാ? ജൂവിഷ് യൂണിവേഴ്സിറ്റി ഓഫ് ജെറൂസലേം സ്ഥാപിക്കുക. ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറൂസലേം സ്ഥാപിക്കുക ബെൻഗുരിയൻ 1930s. അവൻ ബെൻഗുരിയൻ ലോകത്തുള്ള യഹൂദന്മാരുടെ ആവശ്യപ്പെട്ട് ഒറിജിനൽ സ്ക്രിപ്റ്റ് കയ്യിരിക്കുന്നവരെല്ലാം കൊണ്ടുവരണം. കാര്യം നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ തിരുവെഴുത്തുകളാണ്. നമ്മുടെ തിരുവെഴുത്ത് നമ്മുടെ സ്ട്രെങ്ത്. അതില്ലെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിർത്തുന്നത് എന്തുവാ? ഒന്ന്, നമ്മുടെ കോമൺ ലാംഗ്വേജ് ഹീബ്രു. രണ്ട്, നമ്മുടെ തിരുവെഴുത്തുകൾ. ഇത് വേണമെന്ന് പറഞ്ഞു. കാര്യം തിരുവെഴുത്തുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ലിപി വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഭാഷ വീണ്ടും 2000 വർഷമായിട്ട് ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കാതിരിക്കുന്ന ഭാഷയെ വീണ്ടും നാഷണൽ ലാംഗ്വേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിറക്കിൾ ഓഫ് ദി മിറക്കിളാണ് സംഭവിക്കുന്നില്ല. ഒരു ജനറേഷൻ ഒരു സംസാര ഭാഷയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അടുത്ത ജനറേഷൻ ആ ഭാഷയില്ല. ആ ഭാഷയില്ല. അപ്പം ഇത് 2000 years 1900 years ഒരു നാഷണൽ ലാംഗ്വേജ് അല്ല ഇത്. അപ്പൊ അത് വീണ്ടും നാഷണൽ ലാംഗ്വേജ് ആക്കുമെന്ന് പറയുമ്പോൾ ബെൻഗുരിയന്റെ എഫോർട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ തിരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏതും വന്നു. ഗാദ് ദ സിയർ എന്ന ടൈറ്റിലിൽ എഴുതിയ പുസ്തകം അവിടെ വന്നു. ഗാദ് ദ സിയർ എന്ന ടൈറ്റിൽ വന്ന പുസ്തകം സ്കോളേഴ്സ് ഇരുന്ന് വായിച്ച് പഠിച്ച്, ഹീബ്രു സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ they are the best in the world. The best. അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി ഉണ്ട്. അവരെ ഡ്യൂപ്ലിക്കേറ്റുകാരനെ ഈ കാബലിസ്റ്റിക് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞ എല്ലാം വഴിതെറ്റിയ സംഗതികളാണ്. ബട്ട് ഒറിജിനൽ ജൂവിഷ് സ്കോളേഴ്സ് എഴുതിയ സംഗതികളൊക്കെ ബെസ്റ്റ് ഓഫ് ദി വെരി ബെസ്റ്റാണ്. അവര് അത് ദീർഘവർഷങ്ങൾ പഠിച്ച് അതിന്റെ ആശയം ഒരു ശകലം പോലും നഷ്ടപ്പെടാതെ നല്ല ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു. ഏതാ? ഗാദ് ദ സിയർ. അപ്പോൾ ഗാദ് ദ സിയർ എന്ന പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രഹസ്യമായ സഭയെ ചേർക്കാൻ വരുമെന്നുള്ളതിന്റെ ആബ്സല്യൂട്ട് ക്ലിയറൻസിന്റെ സെക്കൻഡ് പാർട്ട് കിട്ടുന്നത്. സെക്കൻഡ് അല്ല, തേർഡ് പാർട്ട്. 3 പാർട്ടായിട്ടാണ് ഈ സംഗതി വരുന്നത്. ആദ്യം ഈ രഹസ്യപരവിനെ പറ്റി സഭ ഉൾപ്പെടാൻ പറ്റുന്ന ആദ്യം പറഞ്ഞത് ഹാനോക്കാണ്. രണ്ടാമത് ബാബിലോൺ പ്രവാസ കാലത്ത് ഇതിനെപ്പറ്റി റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഈ ദിവസങ്ങളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പം പുറത്തു വിടാത്തത്. ആൾക്കാർ നോക്കുന്നുണ്ട്. അവർക്ക് അഥവാ കണ്ട് എൻ്റെ റൈറ്റ് വേർഡിങ് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് അവരായിരിക്കും ഇയാൾ ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാണ്. And the third serious writer is God the Seer. God the Seer പറയുന്നുണ്ട്. അതിനുശേഷം നാം ശ്രദ്ധിച്ചോണം, അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹീബ്രു വേർഷൻ, ഹീബ്രു ഇല്ലെന്ന ആൾക്കാർ പറയുന്നത്. അതിനുശേഷം യൂസിബിയസ് എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സ്ട്രീമിലെ നമ്മൾ ഈ കാലഘട്ടം ജീവിക്കുന്ന നമ്മുടെ അറിവിനെ ഏറ്റവും കൂടുതൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന റൈറ്ററാണ് ഗാദ് ദ സിയർ. അപ്പം അവൈലബിൾ ആണ്. നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർക്ക് നെറ്റിൽ കയറി അത് നോക്കാം.
ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യണം. Okay, get it. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വായിക്കണം. വായിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ രഹസ്യപരം അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രവണയിൽ നിന്ന് പറഞ്ഞു കിടക്കുന്ന നമ്മുടെ XYZ കക്ഷികളുണ്ടല്ലോ, അവരോട് പറയണം, അറിയാൻ മേത്തെങ്കിൽ മിണ്ടാതിരിക്കണം, വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, എൻ്റെ ഈ ലെക്ചർ കേട്ട എല്ലാവരും, എൻ്റെ ഈ ആൻസർ കേട്ട എല്ലാവരും ഗാഡ് ദ സിയർ, SEER GAD, ഗാഡ് ദ സിയർ എന്ന പുസ്തകം മേടിച്ച് വായിച്ചിട്ട് സഭയുടെ ഉൾപ്രാവണം എന്ന കാഹളനാദം കേൾക്കുമ്പം പോകാൻ തയ്യാറായിക്കോണം. മനസ്സിലായി? കർത്താവിന്റെ വരവിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം നടത്തത്തില്ല. നടുക്ക് വെച്ചാൽ കർത്താവ് വരുന്നെങ്കിലും ഇത് കട്ടാകും, നമ്മളങ്ങ് പോവുകയും ചെയ്യും. താങ്ക് യു. Thank you very much, sir. Deep information ആണ്, very very profound information. അപ്പൊ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിക്കൽ ബുക്കാണ് അത്. വെരി വെരി റെലവെന്റ്, വെരി വെരി റെലവെന്റ്. പിന്നെ ഈ വൃത്താന്തം എന്ന് പറഞ്ഞാൽ പ്രവചനം എന്നാണല്ലോ അല്ലേ? അല്ല, വൃത്താന്തം പറഞ്ഞാൽ റൈറ്റിംഗ് എന്നാണ്, ഹിസ്റ്ററി എന്നാണ്, ദിനവൃത്താന്തം. എവരിഡേ ഹിസ്റ്ററി എന്നാണ്. So this is a prophetical book. This is highly prophetic book. അതായത് നമുക്ക് പ്രൊഫറ്റിക് ബുക്ക് എന്നാണ് ഇപ്പോഴും പറയുന്നത്. പ്രൊഫറ്റിക്കൽ എന്ന് പറയുന്നത് സംഭവിച്ചു പോയൊരു പ്രവചനത്തെ പറ്റി പറയുമ്പോൾ പ്രൊഫറ്റിക്കലാണ്. സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കാൻ പോവാ. സോ സീരിയസ്, സോ സീരിയസ്. ഇപ്പം ഒരു കഷ്ടം എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഒരു ബൈബിൾ കോളേജിലും ഒരു സെമിനാരിയിലും ഈ പുസ്തകവുമില്ല, ഇതിനെപ്പറ്റി റെഫറൻസും ഇല്ല, പഠിത്തവുമില്ല, ഇതിനെപ്പറ്റി പറയുന്നില്ല. നമ്മുടെ ഈ ക്ലാസ് കേട്ടിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ബൈബിൾ കോളേജ് സാറ് ഗാഡ് ദ സിയർ എന്ന പുസ്തകം എഴുതണമെന്ന് വേണേൽ പറഞ്ഞേക്കും. ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. So that was a brilliant answer, sir. വളരെ വെരി വെരി ഇൻഫർമേറ്റീവ് ഇൻഫർമേഷൻ. So അടുത്ത ചോദ്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13. മലയാളത്തിൽ ഇങ്ങനെയാണ്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇംഗ്ലീഷിൽ Christ redeemed us from the curse of the law by becoming a curse for us, for it is written, cursed is everyone who is hung on a pole. ചോദ്യം ഇതാണ്, what was the curse of the law? ന്യായപ്രമാണത്തിന്റെ ശാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂലഭാഷയിൽ ഇതെങ്ങനെയാണ്? Absolutely terrific question. Terrific question ആണ് കേട്ടോ. കേട്ടോണേ. ഒന്ന്, ഈ God's best devil turns into our curse. ദൈവം നമുക്ക് തരുന്ന ബെസ്റ്റ് എപ്പോഴും ഡെവിൾ അത് നമ്മുടെ ശാപമാക്കി മാറ്റിക്കളെ, നമ്മൾ അതിനെപ്പറ്റി കെയർഫുൾ അല്ലെങ്കിൽ. ആദാമിന് ദൈവം കൊടുത്ത ബെസ്റ്റ് ഹവ്വായാണ്. ദൈവം തന്നെ കരം കൊണ്ടൊരു സ്ത്രീയെ ഉണ്ടാക്കുമ്പോൾ can you imagine how beautiful she must have been? Just imagine, അല്ലേ? how beautiful she must have been. ആ ഹവ്വായെയാണ് മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി സാത്താൻ ഉപയോഗിച്ചത്. ആ സ്ത്രീക്കെതിരായിട്ട് അധികം താമസിക്കാതെ ആദാമിനെ ഈ പെണ്ണുപിള്ളയാണ് കൊണ്ട് ചെയ്യിച്ചത്, പറയേണ്ടി വന്നു, അല്ലേ? ഇത് ദൈവക്കളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പ്രായമുള്ള ഒരു അപ്പച്ചനമ്മച്ചിയുണ്ട്, അങ്കിളും ആൻ്റിയുണ്ട്. എന്നെ വലിയ സ്നേഹിതർ, ഇംഗ്ലീഷുകാരാണ്. റോണെന്നും ഗ്രേസ് എന്ന പേര്. അപ്പം ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്തു, റോണെങ്കിൽ ആൻറ്റി എന്ത് ചെയ്യും? ഓ, ആൻറ്റി ഗ്രേസ് ഇസ് ഇൻ ദ ഗാർഡൻ. ഞാൻ പറഞ്ഞു, ഒന്നീ പുള്ളിക്കാതെ പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ അങ്കിൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം, അല്ലെങ്കിൽ പറയണം ആപ്പിൾ ട്രീയുടെ അടുത്ത് മാറി നിൽക്കാൻ പറയണം,
പണ്ട് ഇതുപോലൊരു അമ്മച്ചി ഒറ്റയ്ക്ക് ഗാർഡനിൽ പോയതാണ്. നമ്മുടെ മാനവരാശിയുടെ കാരണമായെന്ന് പറഞ്ഞു. ദൈവം മനുഷ്യനും ദൈവവും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടപ്പോൾ കണക്ഷൻ റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തതാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് 613 കൽപ്പനകളാണ്. കൽപ്പനകൾ എന്നുള്ള നമ്മുടെ റോങ് ട്രാൻസ്ലേഷനാണ്, കണക്ഷൻസ് ആണ്, പോയിന്റ് ഓഫ് കണക്ഷൻസ് ആണ്. അപ്പോൾ ദൈവം തൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതുക, മോശയ്ക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കുക. 40 വരും പർവ്വതത്തിൽ ഒരു കട്ടൻ ചായ പോലും മോശയുടെ കയ്യിലില്ലെന്നുള്ള കഷ്ടം, ഒരു കട്ടൻ ചായ പോലും. പക്ഷേ ഈ സെയിം ടൈം, ഈ ന്യായപ്രമാണം കിട്ടുന്ന ഈ സെയിം ടൈം സാത്താൻ ആളുകളെ വശീകരിച്ചിട്ട് അവർ പാപം ചെയ്തു. മോശ ഇറങ്ങി വന്ന് ഈ 10 കൽപ്പന ഇറങ്ങി ഊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ഇതുങ്ങളെ ശിക്ഷിച്ചു. ആ കൽപ്പന ലഭിച്ച അന്ന് 3000 പേര് കൊല ചെയ്യപ്പെട്ടു അല്ലേ? അപ്പൊ അനുഗ്രഹമായി മാറേണ്ടത് എന്തായി മാറി? ശാപമായി മാറി. ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന വിഷയം നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 2 ഭാഗമാണ്. ഒന്ന്, don't. Thou shalt not. ഇനിയും ഇതിലേതെങ്കിലും തെറ്റിച്ചാലോ ശിക്ഷയാ, കഠിന ശിക്ഷ. അതിൻ്റെ ഒരു നല്ല ഭാഗവും ഒന്നിൽ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ മരത്തിന്മേൽ തൂക്കിക്കളയണം, അല്ലേ? അപ്പം ഇത് ശിക്ഷാവിധിയുടെ പ്രമാണമാണ്, ഇത് മരണത്തിന്റെ പ്രമാണമാണ്. അങ്ങനെ ആര് മനസ്സിലാക്കി തന്നു നമുക്ക്? അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കി തന്നു. ഇനി ഇത് മൂന്നാമത്തെ കാര്യം, ഇതുകൊണ്ട് ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല. കാരണം 612 ചെയ്തു, ഒരെണ്ണം ലംഘിച്ചാൽ 612 ക്യാൻസലായി പോയി. 612 ക്യാൻസലായി പോയി. ഇനി നാലാമത്തെ കാര്യം, ഇതിന്റെ കാഠിന്യം, ഇത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുക. അത് സിംബോളിക്, എത്ര ഹാർഡാണ് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. അപ്പം ഇത് ഇവരനുസരിക്കുമോ ദൈവം നോക്കി. അധികം താമസിക്കാതെ, വിതിൻ എ മന്ത്, it was proved to God that they won't obey it. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഇതൊരു വായിച്ച് കേൾപ്പിച്ചു, കേട്ടോണേ. വായിച്ച് കേൾപ്പിച്ചു ചോദിച്ചു, ആർ യു റെഡി ടു ഒബേ ഇറ്റ്? യെസ്, വി ആർ റെഡി ടു. ഈ കല്യാണം കഴിക്കുന്നത് പോലെയാണ്. ഈ നിൽക്കുന്നവരെ നീ ജീവകാലം മുഴുവൻ അന്വേഷിക്കുമെന്നും നോക്കുമെന്നും അവൻ പറയുന്നെല്ലാം അനുസരിക്കുമെന്നും കീഴ്പ്പെട്ടിരിക്കുമെന്നും. അന്നേരം പറയും, ഇയാൾ പറയുന്നെല്ലാം അനുസരിക്കാൻ പറ്റും. ഇയാളെ കണ്ടിട്ട് തന്നെ ഒരു വിവരദോഷം എന്നറിയാമല്ലോ. ഞാൻ നേഴ്സ് പോയി ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്തോണ്ട് ഇയാളെ കൂടെ കൊണ്ടുപോകാൻ. ഇവൻ ഇംഗ്ലീഷ് ഒരിച്ചിട്ട് കുന്തം അറിയത്തില്ല. ഇയാൾ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കാൻ പോയി കുടുംബം നന്നാകത്തില്ല. ഞാൻ പറയുന്നതനുസരിച്ച് ഇയാളോട് ജീവിക്കാമെങ്കിൽ കുടുംബം നന്നാകും. അതുകൊണ്ട് ഇയാളോട് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണമെന്ന് അച്ഛൻ അല്ലെങ്കിൽ ഉപദേശം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്ത് പെണ്ണ് പറയാമോ? പറയത്തില്ല. ഇവളെന്നാലും അവിടെ വെച്ച് പറയും, എന്ത് ചെയ്യാൻ, ഇയാള് അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. നടക്കത്തുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. ഇതുപോലാണ് ഈ കൽപ്പന കൊടുത്ത ദൈവം പറഞ്ഞു, അനുസരിക്കാമോ? അയ്യോ, ഞങ്ങൾ കംപ്ലീറ്റ് അനുസരിച്ചേക്കാം. Within a month they prove to God that they will not, they cannot. Okay? അപ്പം ദൈവത്തിന് അറിയാമോ ഇവരനുസരിക്കത്തില്ലെന്നുള്ള കാര്യം? ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ ഫോർ നോളജ് ദൈവത്തിന് അറിയാം. പക്ഷെ അവർക്കറിയാമോ? അവർക്കറിയത്തില്ല. അവർക്ക് എപ്പോഴേ അറിയത്തുള്ളൂ? എവിഡൻസ് കിട്ടിയപ്പോഴേ അറിയത്തുള്ളൂ. മരുഭൂമിയിൽ 40 വർഷം നടത്തിൻ്റെ കാര്യം,
നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് മനസ്സിലാക്കുന്നത്. ആര് മനസ്സിലാക്കുക? ദൈവത്തിന് മനസ്സിലാക്കാനല്ല, ദൈവത്തിന് അറിയാം. ഇവർക്ക് മനസ്സിലാക്കണം ഇവരുടെ ഹൃദയത്തിൽ മുഴുവൻ പിറുപിറുപ്പും പിന്നെ റിബലിയസ് സ്പിരിറ്റ് മത്സരമാണെന്നുള്ളത്. നിങ്ങളുടെ ഹൃദയം മുഴുവൻ പിറുപിറുപ്പാ മത്സരമാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. എവിടെ ദൈവം തന്നെ കാണിച്ചു. അവർ പിറുപിറുത്തും മത്സരം കാണിച്ചു. കണ്ടോ, നിങ്ങൾ പിറുപിറുപ്പും മത്സരം ഞാൻ വന്ന് ഇപ്പം മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അടുത്ത പ്രോബ്ലം അത് ഇറ്റ്സ് സോ ഹാർഡാണെന്ന് അവർ മനസ്സിലായി. അവർക്ക് മനസ്സിലായപ്പോൾ ദൈവം പറഞ്ഞു, ലുക്ക്, ഇനി അധികം കഴിഞ്ഞിട്ട് ഈ കല്ലിലെ പ്രമാണം ഞാൻ മാറ്റും. എന്നിട്ട് എൻ്റെ പ്രമാണം മാംസളമായ ഹൃദയത്തിൽ ഞാൻ എഴുതും. റൈറ്റ്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതിൽ സ്പെസിഫിക്കായ വേർഡ് ലംഘിക്കുന്നവൻ മരത്തെ തൂങ്ങുന്നതിൽ വേറൊരു മാർഗമില്ല. അവന് വേറൊരു മാർഗമില്ല. കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന ദൈവത്തിന്റെ ആദ്യത്തെ ഡിക്ലറേഷൻ, അതിന്റെ റീഎസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണ്ട എന്ന് വേറൊരു നിയമം കൊണ്ടു, കൃപയുടെ നിയമം. അതിൻ്റെ അർത്ഥം പാപത്തിന് ശിക്ഷയില്ലെന്നല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി, അല്ലേ? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ മേലായി. വേറൊരാള് ശിക്ഷ ഏറ്റും. ഇപ്പൊ നമ്മൾ ഏൽക്കണ്ട. വാട്ട് ഈസ് ദ കേഴ്സ് ഓഫ് ദി ലോ? മരണശിക്ഷ. ആ മരണശിക്ഷ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ബാക്കി ഈ പറഞ്ഞ എല്ലാം ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ശിക്ഷയുടെ പ്രമാണമാണ്. തെറ്റ് ചെയ്തവനെ എങ്ങനെ ശിക്ഷിക്കാമെന്നുള്ളതാണ്. കൃപയുടെ പ്രമാണം തെറ്റ് ചെയ്തവനെ എങ്ങനെ രക്ഷിക്കാമെന്നാണ്. അപ്പം പാപം പെരുകുന്നോറും കൃപ പെരുകുക, കൃപ പെരുകുകയാണ്. അതാ കൃപയുടെ പ്രമാണം. ന്യായപ്രമാണത്തിന്റെ ശിക്ഷ ഇതാണ്. ഓക്കെ, ഫൈൻ. Thank you very much, sir. Very convincing answer. നമ്മുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ യാഗത്തെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും എന്ന് പറയുന്നു. അതിനുശേഷം യഹോവ അബ്രഹാമുമായി ഒരു കവനന്റ്, ഉടമ്പടി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. And when the sun went down and it was dark, there appeared a smoking oven and a burning torch that passed between those pieces. ചോദ്യം ഇതാണ്, is it God the Father or God the Son? Okay. അവിടെ ഇറങ്ങി വന്ന് ഗോഡ് ദ ഫാദർ ആണ്, ഗോഡ് ദ സൺ ആണ്. ഓക്കെ, നമുക്ക് ഈ ഞാനെപ്പോഴും പറഞ്ഞു എൻ്റെ അഭിപ്രായം എന്നുള്ള ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കാറില്ലെന്ന്. അങ്ങനെയാണ് വേറെ അഭിപ്രായം ഉണ്ടാവും. നമുക്കറിയേണ്ടത് തിരുവെഴുത്ത് എന്ന് പറയുന്നുള്ളതാണ്. വിശുദ്ധ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മള് കർത്താവിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് പിതാവിന്റെ സന്നിധിയിൽ വിനോദിച്ചുകൊണ്ട് തന്റെ പുത്രൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ നേരത്ത് പിതാവിന്റെ ആർക്കിടെക്റ്റായി മാറി.
ഞാൻ അവൻ്റെ ശില്പിയായിരുന്നു, ശില്പിയായിരുന്നു. അവൻ്റെ സന്നിധി നിരന്തരം വിനോദിച്ചുകൊണ്ടിരുന്നു. റോൾ മാറി. വിശുദ്ധ പഴയ നിയമത്തിൽ താൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്ന ആളാണ് പ്രവാചകൻ. അതായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ റോൾ. ഇനി വിശുദ്ധ പുതിയ നിയമം വന്നപ്പോൾ മധ്യസ്ഥം വേറെ മോശയാണ്. വിശുദ്ധ പുതിയ നിയമം വന്നപ്പോൾ താൻ സഭയുടെ കാന്തനും ലോകത്തിൻ്റെ രക്ഷകനും ദൈവത്തിനും മനുഷ്യനും തമ്മിൽ മധ്യസ്ഥനും ദെൻ പുതിയ നിയമത്തിൻ്റെ പ്രവാചകൻ മഹാപുരോഹിതനുമായി മാറി. ഇപ്പം ഇനിയും ഈ യുഗം കഴിയുമ്പോൾ താൻ സഭയെ വേളി കഴിച്ച് ഈസ് ഗോയിങ് ടു ദ ഹസ്ബൻഡ് ഓഫ് ദ ചർച്ച് ഫോർ എവർ ആൻഡ് ഫോർ എവർ. അറ്റ് ദ സെയിം ടൈം തൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസ് മാറുന്നുണ്ട്. ഹൈറാർക്കി മാറത്തില്ല, റോൾസും റെസ്പോൺസിബിലിറ്റീസും മാറുന്നുണ്ട്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്കുണ്ടായാൽ ഇത് കർത്താവ് യേശു ക്രിസ്തു ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് വേറെ വേദശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൻ്റെ ആവശ്യമില്ല. കർത്താവിനെ പറ്റി ഓരോ കാലഘട്ടത്തിൽ താൻ ആരായിരുന്നു, താൻ എന്തായിരുന്നു എന്ന് അറിഞ്ഞാൽ. സപ്പോസ് വി ഡോണ്ട്, വരുവിൻ നാം ഇറങ്ങിവൻ നമ്മുടെ സാദൃശ്യം സ്വരൂപത്തിൽ മനുഷ്യ സൃഷ്ടിക്കെന്ന് പറയുമ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. നാം എന്ന് പറയുന്നിടത്ത്. ഇനി ഈ അടുത്ത ഞാൻ എന്ന് പറയുന്നിടത്തെല്ലാം പിതാവിന് വേണ്ടി ആ റോൾ ചെയ്യുന്ന ആൾ പുത്രനാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞോ? നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ട് അല്ലേ? മോശയാ നിങ്ങൾക്ക് മന്ന തന്നല്ലേ നിങ്ങൾ പറയുന്നത് അല്ലേ? മരുഭൂമി നടത്തിയത് മുഴുവൻ ആരാ? ഞാനാ. സംസാരിച്ചത് ഞാനാ അല്ലേ? ഞാനാ. അപ്പൊ അതുകൊണ്ട് മനുഷ്യനോട് ഇടപെടാൻ ഇറങ്ങി വന്ന് എപ്പോഴും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരുന്നു എന്നുള്ള വേദപുസ്തക സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് ഭാവനയും വാട്ട് ഐ അണ്ടർസ്റ്റാൻഡിങ് അക്കോർഡിംഗ് ടു മീ എന്നൊന്നും പറയുന്ന പരിപാടിയല്ല. അബ്സല്യൂട്ട്. നമ്മുടെ ആൻസർ ഒക്കെ അബ്സല്യൂട്ടാണ്. അബ്സല്യൂട്ടാണ്. പുത്രനായ യേശു ക്രിസ്തു. താങ്ക് യു വെരി മച്ച് സർ. നോ പ്രോബ്ലം. അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു ഈ സെഷനില്. പിന്നല്ല, തോമസ് അപ്പോസ്തലനെ ദിദിമോസ് എന്നും വിളിക്കുന്നു. ദിദിമോസ് എന്ന വേർഡിന്റെ അർത്ഥം ഇരട്ട എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം കാഴ്ചയിൽ യേശുവിനെ പോലെ തന്നെ ഉള്ള ആകാരം ആയിരുന്നത് കൊണ്ടാണോ അങ്ങനെ വിളിച്ചിരുതെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന്റെ വാസ്തവം എന്താണ്? തോമസ് അപ്പോസ്തലൻ ദിദിമോസായി എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്ക് അങ്ങനെ അല്ല എന്ന് നിഷേധിക്കാൻ നമ്മുടെ എവിഡൻസ് ഇല്ല. എൻ്റെ എവിഡൻസ് ഇല്ല. അങ്ങനെ ആയിരുന്നു പ്രൂവ് ചെയ്യാനും എൻ്റെ എവിഡൻസ് ഇല്ല. രണ്ടും എൻ്റെ എവിഡൻസ് ഇല്ല. ഇനി അടുത്തൊരു കാര്യം, റിലയബിളായ സ്റ്റഡീസ് ഈ വിഷയത്തിലുണ്ടോ? റിലയബിളായ സ്റ്റഡീസ് ഇല്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഫോക്കസ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൊണ്ടുള്ള രക്ഷയും നിത്യജീവനുമാണ്. അതിനെപ്പറ്റി പറയാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാണോ ആൾക്കാർ നോക്കാൻ പോകുന്നത്? ഒരു സീരിയസ് റിസർച്ചർ
ഇതറിയുന്നതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതുകൊണ്ട് ലോകത്തിന് എന്നാ ഗുണം? എനിക്കെന്നാ ഗുണം? ആർക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. ഇനിയും എന്തെങ്കിലും ഉഡായിപ്പ് കാണിച്ചു വെച്ച് റിസർച്ച് ചെയ്യണമെന്നുള്ളവർക്ക് ഇത് കർത്താവിനെ പോലുള്ള മൂക്കായിരുന്നു, മൂക്കിൻ്റെ ഒരു ഭാഗം ഇച്ചിരി ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നു, ഇയാൾക്കും തോമസിനും അങ്ങനെ ചരിഞ്ഞിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊരു ഇറിലവൻ്റായ, ഒരു അൺഇൻ്റലിജിബിളായ ചോദ്യമാണ്. ഇത് അറിഞ്ഞിട്ട് ആർക്കും യാതൊരു ഗുണമില്ല. ഞാൻ ഈ വിഷയത്തിൽ പിന്നെ അന്വേഷിക്കാൻ പോയില്ല. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിക്കാൻ. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിക്കാൻ ഗോസ്പൽസിന് എനിക്ക് 5-6 വർഷമാണ് അതിൻ്റെ പുറകെ പോയത്, 4 പുസ്തകങ്ങളുടെ പുറകെ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആരും സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടില്ല. ഇനി അഥവാ പറഞ്ഞു സ്റ്റഡി ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. മൈ ക്വസ്റ്റ്യൻ ഈസ്, യേശുവിനെ പോലെയാണ് തോമസ് ഇരുന്നുകൊണ്ട് ഞാൻ തോമസിനെ വിശ്വസിച്ചാൽ യേശുവിനെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ, കാര്യമില്ല. ഈ ചോദ്യം ഞാനിപ്പം മാമൻ പറഞ്ഞപ്പം ആൻസർ എടുക്കാൻ കാര്യം ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഈ ടു മേജർ ഓൺ മൈനേഴ്സ് എന്നൊരു ടെർമിനോളജി ഉണ്ട് ഫിലോസഫിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ്, ഒരു വർക്ക് എടുക്കുമ്പോൾ അതിൽ അപ്രധാനമായ കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മനസ്സിലായോ? പ്രധാന കാര്യമുണ്ട്, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്രധാനമായ കാര്യങ്ങൾക്ക് സമയം മുഴുവൻ ചെലവഴിക്കുകയും പിന്നെ പ്രധാനപ്പെട്ട കാര്യത്തിന് സമയം ചെലവഴിക്കാൻ ഇല്ലാതെ വരികയും ചെയ്യും. ആൻഡ് ഇറ്റ്സ് എ മേജർ ഓൺ മൈനേഴ്സ്. വിശുദ്ധ വേദപുസ്തകം ഈ സീരിയസ് ആയിട്ട് ഗൗരവമായി പഠിക്കുന്ന ഒരാൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം മേജർ ഓൺ മൈനേഴ്സ് എന്നുള്ളതാണ്. പലപ്പോഴും പറ്റുന്ന കുഴപ്പം ഈ ബിക്കോസ് വി ആർ മേജറിങ് ഓൺ മൈനേഴ്സ്, നമ്മുടെ പ്രസംഗങ്ങൾ നമ്മളെ ഒരുപാട് വഴി തെറ്റിക്കും. കാനാവിലെ കല്യാണത്തിന് കൽപാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ പ്രശ്നം തീർന്നല്ലോ. ഇവിടെ ഈ കൽപാത്രം എവിടെ ഇരിക്കുകയായിരുന്നു? അത് പുറംപറമ്പിലായിരുന്നു. പ്രിയമുള്ളവരെ, ആ കൽപാത്രം ഒരു കാലത്ത് നാം പുറംപറമ്പിൽ തള്ളപ്പെട്ടവരായിരുന്നു. എങ്കിലും ആ കൽപാത്രത്തിനകത്ത് കൊണ്ടുവന്ന് നമ്മളെ അകത്ത് കൊണ്ടുവന്നു. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് കൽപാത്രം അകത്ത് കൊണ്ടുവന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? വെള്ളം കൊണ്ടു കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വീഞ്ഞു വാഴി നോക്കിയപ്പോൾ വീഞ്ഞാണ്, അല്ലേ? കൽപാത്രം എവിടെ നിന്നുള്ള റിലവൻ്റ് ആയ കാര്യമാണോ? ഈ പഠിക്കാൻ പോയ കൽപാത്രം പുറത്ത് നല്ലതാണ്. ഈ പുറംപറമ്പിൽ തള്ളപ്പെട്ട കൽപാത്രമൊന്നും അല്ലത്. അവിടെ ചെളിയും പിടിച്ച് കഴുകാതെ വൃത്തിയാക്കാതെ എന്തോ പണ്ടത്തന്നെ പറയുന്നത്. ആ കൽപാത്രം ഇരുന്ന സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസും പഠിക്കുന്നുണ്ടേ. നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ കൊണ്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പാത്രമാണ്. നമുക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഈ വെൻ വി മേജർ ഓൺ മൈനേഴ്സ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു മെസ്സേജ് കിട്ടും. അത് വേദപുസ്തകമായിട്ടോ നമ്മുടെ ശുശ്രൂഷയുമായിട്ടോ നമ്മുടെ ആത്മീയ ജീവിതമായിട്ടോ നിത്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. ഞാൻ എപ്പോഴും നമ്മുടെ പബ്ലിക്കിനെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം, വിശുദ്ധ വേദപുസ്തകമായിട്ടോ നമ്മുടെ നിത്യജീവനമായിട്ടോ നമ്മുടെ പ്രത്യാശയുമായിട്ടോ ആത്മീയ ജീവിതമായിട്ടോ ബന്ധമുള്ള കാര്യങ്ങൾക്ക് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ് നിങ്ങളുടെ സംശയം ചോദിക്കേണ്ടത്. തോമസിനെ കണ്ട പിന്നെ എന്തുവാ കർത്താവിനെ പോലെ ഇരിക്കുമോ? പണ്ടെടുത്ത് ചോദിച്ചു, എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ ഇരിക്കുമോന്ന്. എന്നെ കണ്ട കിണ്ണം കെട്ടവനെ ഇരിക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കൊണ്ടുവരരുത് പബ്ലിക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്ന് നിങ്ങളുടെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു വൺസ് അഗെയിൻ.